ടോക്സിക് റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അനുഭവിക്കുന്ന ആളുകളെ, ഈ ടോക്സിക് പേഴ്സണാലിറ്റിയുള്ള ആളുകൾ അവരോട് ചെയ്യുന്ന ഫോഴ്സ്ഫുൾ സപ്രഷനാണ്. ഫോഴ്സ്ഫുൾ സപ്രഷൻ എന്ന് പറയുമ്പോൾ, ഇത് അനുഭവിക്കുന്ന ആൾ അയാൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കാതിരിക്കുക. അയാളുടെ തോട്ട്സ്, അയാളുടെ ഇമോഷൻസ്, അയാളുടെ ഫീലിങ്സ്, ഇതിനെയൊക്കെ ഫോഴ്സ് ചെയ്തുകൊണ്ട്, അതായത് ഷൗട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ യെല്ല് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിരന്തരം ദേഷ്യം കാണിച്ചുകൊണ്ട് ഈ അനുഭവിക്കുന്ന വ്യക്തിയെ സൈലൻ്റ് ആക്കുക. അപ്പോൾ ഇനി അയാൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ കൂടുതൽ ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ യെല്ല് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വളരെയധികം പ്രൊവോക്ഡ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കും. അതായത് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്തെ വ്യക്തി സംസാരിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ആ ടോക്സിസിറ്റി കൂടുതൽ കാണിക്കും എന്നുള്ള രീതിയിൽ അപ്പുറത്തുള്ള ആളെ കൂടുതൽ സൈലൻ്റ് ആക്കി കളയുക ഫോഴ്സ് ഉപയോഗിച്ച്. അപ്പം ഇത് അനുഭവിക്കുന്ന ആളുണ്ടാക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ അയാളുടെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇതിനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ്. ഒരു നോർമൽ റിലേഷൻഷിപ്പിലും മേ ബി കാര്യങ്ങളെങ്ങാണ്ട് ഇവിടെ തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും ഒരു ദിവസം രണ്ടുപേരും തമ്മിൽ ഒരു ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ വന്നു, അന്ന് സംസാരിച്ചില്ല. മേ ബി അത് പിറ്റേ ദിവസം അത് സംസാരിച്ച് എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്, അങ്ങനെ ഓപ്പണായിട്ട് അവരുടെ തോട്ട്സും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ തുറന്ന് പറഞ്ഞ് കാര്യങ്ങൾ റിസോൾവ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു നോർമൽ ഹെൽത്തി റിലേഷൻഷിപ്പാണ്. എത്രയും വേഗം അത്തരത്തിൽ തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നു, അത്രയും അധികം ആ റിലേഷൻഷിപ്പ് ഹെൽത്തിയാണ്. പക്ഷേ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഒരു ദിവസം ഇത്തരത്തിലുള്ള ആ ഒരു സപ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് ഒരാഴ്ച, രണ്ടാഴ്ച, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, 5 വർഷം, 8 വർഷം, 10 വർഷം, അതിലും കൂടുതൽ വർഷങ്ങൾ വരെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരു മാറ്റമില്ലാതെ, അതായത് സപ്രസ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ആ വ്യക്തി എന്താണ് ഗോ ത്രൂ ചെയ്യുന്നത്, ആ വ്യക്തിയുടെ മനസ്സിലെന്താണ്, ആ വ്യക്തി അനുഭവിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ എന്താണ്, ആ വ്യക്തിയുടെ ചിന്തകൾ എന്താണ്, ഇതിനെ ഒന്നും തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കാതെ തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ യെല്ല് ചെയ്തുകൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് അതിനെ ഫോഴ്സ്ഫുള്ളി സപ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ വളരെയധികം അനുഭവിക്കുന്ന ആളുടെ ഹെൽത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് ദീർഘകാലം ഇത് സപ്രസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അനുഭവിക്കുന്ന ആളിൽ പതിയെ അയാളിൽ പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഈ സംഭവിക്കുന്ന ഹോർമോണൽ ചേഞ്ചസ് അയാളുടെ ഓവറോൾ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുകയും അയാളുടെ മാനസികാരോഗ്യം, വൈകാരികാരോഗ്യം, ശാരീരികാരോഗ്യം ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുകയും ആ വ്യക്തിയെ ഒരു രോഗിയാക്കിയും മാറ്റുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം വേണ്ടത് അനുഭവിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ, ഇത് വെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ലൈഫിൽ ഉണ്ടാവുക, അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടോക്സിക് പാർട്ട്ണർ ഇങ്ങനെ ഇത്തരത്തിൽ സപ്രസ് ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു.